ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയും ജലജയും കൂടി സംസാരിക്കുക. അപ്പം നവ്യ പറയുകയാണ്, അനഘയെയും കൊച്ചിനെയും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം അമ്മേ, അതിനുള്ള പുറപ്പാടെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരെ എങ്ങനെയെങ്കിലും ഞാൻ പുറത്താക്കും. പിന്നെ എല്ലാവരും പറഞ്ഞു കൂട്ടുന്നത് അഭിയുടെ മകളാണെന്നാണല്ലോ. പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. കാരണം ഞാൻ DNA ടെസ്റ്റിന് കൊടുത്തായിരുന്നു. അതും ഡേവിഡ് സാറിൻ്റെ കയ്യിലാണ് ഞാൻ DNA ടെസ്റ്റിന് കൊടുത്തത്. DNA ടെസ്റ്റിൽ വന്നത് അഭിയുടെ കുഞ്ഞല്ല, ചന്തുമോളെന്നാണ് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് പേടിക്കാനുണ്ടോ? ഈ ആദർശ് നയനയൊക്കെ കൂടി ചേർന്ന് ഞങ്ങളുടെ കുടുംബം കലക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെങ്ങും വെറുതെ വിടാനായിട്ട് പോകുന്നില്ലമ്മേ. അവർക്കിട്ട് 8ൻ്റെ പണി തന്നെ ഞാൻ കൊടുക്കും. എനിക്ക് എൻ്റെ അഭിയെ ഒരുപാട് വിശ്വാസമാണ്. അഭിയെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ആ അനഘയെയും കുഞ്ഞിനെയുമാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ആ മോളെ, അങ്ങനെ തന്നെ വേണം മോളെ ചെയ്യാനായിട്ട്. അവർ രണ്ടെണ്ണം അതിന് ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം. അതാണ് വേണ്ടത് മോളെ എന്നൊക്കെ ജലജ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ അഭിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പോൾ അഭി വന്ന് പറയാണ്, അതെ നവ്യേ, നമുക്കേ ഇവിടെ നിന്ന് പോയാലോ? പോകാനോ? എങ്ങോട്ട് പോകാനായിട്ട്? അല്ല, നമുക്ക് ഉത്രാടത്തിന് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം നവ്യേ. നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, നിൻ്റെ ആ നന്ദുവും ബാക്കിയുള്ളവരെല്ലാവരും വരുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ പറയാണ്. പറഞ്ഞപ്പോഴേക്കും നന്ദു പറഞ്ഞെങ്കിൽ വരട്ടേന്നേ, അവളെനിക്ക് കാണുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷെ എന്ന് വിചാരിച്ച് അവരിവിടെ കയറി കിടന്ന് നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ദേ അഭി, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവർക്കത് വലിയൊരു ഉപകാരമായി മാറും. പക്ഷേ നമ്മൾ ഇവിടെ തന്നെ നിന്നാലോ അവരുടെ പല പരിപാടികളില്ലാതെയാകും. ഇപ്പം തന്നെ പറയുന്നത് ആ കനകയും അനഘയും കുഞ്ഞൊക്കെ നിൻ്റെ കുഞ്ഞാണെന്നല്ലേ പറയുന്നത്. ഇതൊന്നും ഞാൻ സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അവർ വരട്ടെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും ഓടിപ്പോകുന്ന ഒരു പ്രശ്നമില്ല. അവളെ പേടിച്ച് ഞാൻ എന്തിനാണ് പോകുന്നത്? ഞാൻ ഇവിടെ ഓണം ആഘോഷിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അഭിക്ക് തലയിൽ ഇടിവെട്ടി പോലെയായി. കാരണം ഇനി വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാവുമെന്നൊരു പിടിയില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ദേവയാനി ഇരുന്ന് റൂമും ഒക്കെ വൃത്തിയാക്കുക. ദേവയാനിയും അതേപോലെ തന്നെ നയനയും കൂടി റൂമൊക്കെ വൃത്തിയാക്കുകയാണ്. ആ സമയത്ത് ചലിച്ച് കയറി വരുന്നത്, എന്തായത് റൂമൊക്കെ കിടന്ന് വൃത്തിയാക്കുന്നുണ്ടല്ലോ, എന്താ പറ്റിയത്? ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ ഗസ്റ്റ് ഉണ്ടല്ലോ. ഗസ്റ്റോ? ആരാ ഗസ്റ്റ് ഉള്ളത്? അത് പിന്നെ നയനമോളുടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും അവരോ? എന്താ അവർക്ക് വന്നൂടെ? അല്ല, നന്ദുവും വരുന്നുണ്ടോ? നന്ദുവും വരുന്നുണ്ട്. അവളുടെ ചേച്ചിമാരെ കാണണ്ടേ? ഈ ചേച്ചിമാരെന്ന് എന്തിനാണ് ഏട്ടത്തി പറയുന്നത്? നവ്യ അവളുടെ ചേച്ചിയായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? കണക്ക് കൂട്ടിയിട്ടില്ലെങ്കിലും ചേച്ചി തന്നെയാണല്ലോ, അതുകൊണ്ടാണ് ചേച്ചിമാരെന്ന് പറഞ്ഞത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഏട്ടത്തി. അവരൊക്കെ എന്തിനാ ഏട്ടത്തി ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? അല്ലെങ്കിലും നന്ദുവിൻ്റെ കല്യാണം ഉറപ്പിച്ചതല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുന്നത് ശരിയാണോ? ഷെടാ, ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് എന്താണ് ജലജ നിനക്ക് കുഴപ്പം? അവളെ കല്യാണം ഉറപ്പിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് അവൾക്ക് എങ്ങോട്ടും പോകാൻ പാടില്ലെന്ന് വരെ നിയമമുണ്ടോ? അതല്ല ഏട്ടത്തി. ഈ കനകമാണെങ്കിൽ ചുമ്മാ കിടന്ന് മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കും. കനകം വന്നാലും എന്നോടെ ശല്യപ്പെടുത്താൻ നിൽക്കരുത്, എന്നോട് ധിക്കരിച്ച് കയറാനും നിൽക്കരുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയാണെങ്കിൽ ധിക്കരിച്ച് കയറും. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാ സത്യങ്ങളും അറിയാം. ഈ ചന്തുമോള് അഭിയുടെ കുഞ്ഞാണെന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും അറിയാം. അതുകൊണ്ട് എൻ്റെ അമ്മയും അച്ഛനും പലതും പറഞ്ഞിരിക്കും. അതെല്ലാം സഹിക്കണം. നിങ്ങൾ സഹിച്ചേ മതിയാവോള്. സ്വന്തം മകൻ്റെ കുഞ്ഞല്ലേ, അപ്പം പിന്നെ ഇതെല്ലാം സഹിക്കണം. ഇത് കേട്ട ജലജ ഒന്ന് പേടിച്ചു പോവുകയാണ്. കൂടുതൽ വെളച്ചിലെടുത്താലേ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുന്നിൽ അങ്ങോട്ട് തുറന്നു പറയേണ്ടി വരും. പിന്നെ ചേച്ചി സത്യങ്ങൾ അറിഞ്ഞാൽ അറിയാലോ കാര്യങ്ങളൊക്കെ. പിന്നെ അഭിയെ ജീവനോടെ വെച്ചേക്കില്ല. തെളിവ് സഹിതം എല്ലാ കാര്യങ്ങളും നിരത്തി വെക്കും. പിന്നീട് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇങ്ങനെയും കൂടി പറഞ്ഞു കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ജലജ പിന്നീട് പിടിച്ചു നിന്നില്ല. ജലജ അവിടെ ഒറ്റ പോക്കാണ്. അപ്പോഴേക്കും നയനയ്ക്കും അതേപോലെ തന്നെ ദേവയാനിക്കും ചിരി സഹിക്കാനായിട്ട് പറ്റില്ല. അവരുടെയൊക്കെ പേടി കണ്ടില്ലേ? വരട്ടെ മോളെ, എല്ലാവരും വരട്ടെ. ഇവരെയൊക്കെ ഇങ്ങനെ വെറുതെ വിട്ട ശരിയല്ലേ? എത്ര നാളെന്ന് വിചാരിച്ചിട്ടുണ്ട് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുന്നത്. രണ്ടെണ്ണത്തിനും ഒരു നെഗളിപ്പിന് ഒരു കുറവുമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനി നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദു, നീ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും എന്ത് ചെയ്യാനാണ് അനി? എന്നോട് അച്ഛനും അമ്മയും നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഏതായാലും നവീനേട്ടൻ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. നവീനും വരുന്നുണ്ടോ?
നവീനേട്ടനും വരുന്നുണ്ടെന്നേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടാത്തൊരവസ്ഥയാണ്. ഞാൻ വന്നില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞു നോക്കിയതാ. പക്ഷെ നീ വരണം, നവീനേട്ടൻ വരും എന്നും പറഞ്ഞുകൊണ്ടാണ് നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ അമ്മയോട് നിർബന്ധിക്കുകയും ചെയ്ത് എന്നെ കൊണ്ട് വരണമെന്നും പറഞ്ഞുകൊണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിയാണെങ്കിൽ എനിക്ക് തനക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയില്ല. നന്ദു, നീ വെച്ചിട്ട് പോ. നീ ഇപ്പോൾ വരാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ നവീൻ്റെ മുന്നിലേക്ക് വരരുത്. നീ ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കുക. അപ്പം നന്ദുവിനത് വല്ലാത്തൊരു ഷോക്കായിപ്പോയി. അപ്പോഴാണ് നമ്മുടെ കനകയും അതേപോലെ തന്നെ ഗോവിന്ദനും കൂടെ വരുന്നത്. അപ്പോൾ കനക ചോദിക്കണം, ആരാണ് മോളെ ഫോണിൽ? നവീനായിരുന്നു. അമ്മേ, അതെ അമ്മേ, നവീനേട്ടനായിരുന്നു. ആണല്ലേ, നവീൻ ഇന്ന് അവിടെ വരും ഉത്രാടത്തിന്. ആ സമയത്തെ മോളെ നീ അവിടെ സുന്ദരിയായിട്ട് വേണം പോകാനായിട്ട്. നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്. അന്നേരം ഞാൻ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത്? എന്നെ നവീനേട്ടൻ നേരത്തെ കണ്ടിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനും ഞാൻ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത്? അയ്യോ എൻ്റെ പൊന്നുമോളെ, നിന്നെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ ഒരു നല്ലൊരു ദിവസമല്ലേ. ആ സമയത്ത് നീ നല്ല സുന്ദരി കുട്ടിയായിട്ട് നീ സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഉത്രാടത്തിന് പോകണം. എന്നാലേ നവീൻ്റെ മനസ്സിലോട്ട് കൂടുതൽ ഇഷ്ടങ്ങൾ ഇങ്ങനെ കടന്നു വരുള്ളൂ മോളെ. അതൊക്കെ ചില മനസ്സിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകണമെങ്കിൽ പൊയ്ക്കോട്ടോ, കുറച്ചും കൂടി സുന്ദരി ആയിക്കോ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദുവിന് കലിയും പരിഗണം. എന്തിനാ അമ്മ ഞാനിപ്പോൾ ഉത്രാടത്തിന് അങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നന്ദൂട്ടാ ചുമ്മാ അതും സംസാരിക്കാൻ നിൽക്കരുത്. അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ വിളിച്ചല്ലേ, അപ്പോൾ അങ്ങോട്ട് പോയേ മതിയാവുള്ളൂ, കേട്ടല്ലോ. അതും നവീൻ മോനുള്ളത് കൊണ്ടാണ് ഉറപ്പായിട്ടും വന്നെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ പോകാതിരിക്കാനായിട്ട് കഴിയുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദുവിനാകെ ദേഷ്യം വരികയാണ്. അപ്പം നന്ദു നേരെ വീണ്ടും അനിയെ വിളിക്കുകയാണ്. പക്ഷേ അനിയുടെ ഫോൺ അവിടെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ഏതോ മാനേജറോട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടോ, തനിക്കൊരു കഴിവില്ലെങ്കിൽ ഇറങ്ങിപ്പോടോ, താൻ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കുന്നത് എന്തിനാണ്, പിന്നെ തന്നെ എന്തിനാണോ മാനേജറായിട്ട് അവിടെ വെച്ചിരിക്കുന്നത്, എനിക്ക് നാണമില്ലേടോ, താൻ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ട് വരുന്നു. ഇനി മേലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ട് വരാൻ നിൽക്കരുത്. തനിക്ക് കഴിവില്ലെങ്കിൽ താൻ ജോലി നിർത്തി വീട്ടിലെല്ലായിടത്തും പോയി കുത്തിയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അയാൾ ഭയങ്കര കലിപ്പിലാണ്. അപ്പോൾ ഈ മാനേജർ ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് നമ്മുടെ മുത്തശ്ശനോട് പറയുകയാണ്. മുത്തശ്ശൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഷോക്കായി, ഭയങ്കര ടെൻഷനായി. അങ്ങനെ മുത്തശ്ശൻ ആദർശനോട് പറയാണ്, അനി എവിടെ? അനി മാനേജറോട് ഒരുപാട് ചൂടായി കയറിയെന്ന ആളെ കേട്ടത്. അവൻ മാനേജറോട് ചൂടായി കയറിയെന്ന്? അതേന്നേ, അയാളോട് അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ടത്, എനിക്ക് പറ്റില്ലെങ്കിൽ ജോലി നിർത്തി പോടോ എന്നൊക്കെയാണ് അനി പറഞ്ഞു കൂട്ടുന്നത്. അവനിത് എന്താ പറ്റിയത് മുത്തശ്ശ? അവനാണെങ്കിൽ ഒന്നാമത് തന്നെ വെപ്രാളപ്പെട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ. ആ സമയത്താണ് ഇങ്ങനെ മാനേജറെ വിളിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു ടെൻഷനായിരിക്കും. എന്നാലും ജോലി ചെയ്യുന്നവരോട് ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് ശരിയായ കാര്യമല്ല. ഇനി അവനോട് കുറച്ച് ദിവസത്തേക്ക് അവിടെ ഓഫീസിൽ പോകേണ്ടെന്ന് പറ. ഓഫീസിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. ആദർശ്, നീ അവനെ ഒന്ന് ഉപദേശിക്കണം. അല്ലെങ്കിൽ അവൻ ഈ ഒരു രീതിയിൽ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അതെ അവനെ അല്ലെങ്കിൽ വല്ലാതെ വേദനിച്ചിരിക്കുകയാണ്. നന്ദുവിനെ കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ നന്ദുവിനെ കൊണ്ടുവരണമെന്ന് അവിടെ ഇളയച്ചന് പോലും താല്പര്യമില്ല. നന്ദുവിൻ്റെ കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവൾക്കൊരു കല്യാണം ഉറച്ചില്ലേ, ആ കല്യാണത്തോടെ മുന്നോട്ട് പോയിക്കോട്ടെ. ഇളയച്ചനും ആകെ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ മുത്തശ്ശ, അത് മനസ്സിലാവുന്നില്ലല്ലോ. അജയൻ്റെ പെരുമാറ്റത്തിലും എനിക്കിപ്പോൾ ചെറിയൊരു സംശയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവനിത് എന്താ പറ്റിയെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനി വരികയാണ്. അപ്പോൾ അനി കാറിൽ നിന്ന് ഇറങ്ങി നേരെ ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെയാണ് വരാന്തയിലേക്ക് കയറി നിൽക്കുന്നത്. ആ സമയത്ത് ഈ ആദർശം അതേപോലെ തന്നെ അതിനെയും കൂടി എവിടെ നിന്നേ നീ എന്താ ഇന്ന് മാനേജറോട് ചൂടായി കയറിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ഞാൻ ചൂടായൊന്നും കയറിയില്ല. നീ ചൂടായി കയറിയില്ലേ? മാനേജറെ മുത്തച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. നീ അയാളോട് ജോലിയൊക്കെ നിർത്തി പോകാനായിട്ട് പറഞ്ഞല്ലോ. നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്താ സംഭവിച്ചത്? അത് പിന്നെ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ. അതുകൊണ്ടാണ് ഞാൻ അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. എടാ, അത് മാനേജറിൻ്റെ ഭാഗത്തൊരു കുഴപ്പമില്ല. അയാൾ ചില കാര്യങ്ങളൊക്കെ നിന്നോട് ചോദിക്കും MD എന്ന സ്ഥാനത്ത്. അപ്പം നീ അതിനുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അയാളെ അങ്ങ് പറപ്പിക്കുകയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ നയനം ചോദിക്കുകയാണ്, എന്താ നിനക്ക് പ്രശ്നം? നീ എവിടെ പോയതാ? ഞാൻ എങ്ങോട്ടൊന്നും പോയില്ല ഏട്ടത്തി, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നീ എങ്ങോട്ടും പോവണ്ട. കമ്പനിയിലേക്ക് നോക്കാനായിട്ട് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ഉത്രാടത്തിന് ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ നന്ദുവും എൻ്റെ വീട്ടുകാരൊക്കെ വരും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദു വരുമോ? ഉറപ്പായിട്ടും നന്ദു വരുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു വരുമല്ലോ, അതിനെന്താ ഇപ്പോൾ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. നന്ദു വരുന്നതേ നവീൻ വരുന്നത് കൊണ്ടാണ്. നവീനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവനെന്തിനാ ഉത്രാടത്തിനൊക്കെ വിളിച്ചത്?
അവനങ്ങനെ വിളിക്കുന്ന പതിവൊന്നുമില്ലല്ലോ. എടാ, നന്ദുവിൻ്റെയും നവീൻ്റെയും കല്യാണം ഉറപ്പിച്ചിരിക്കുകയല്ലേ, ആ സമയത്ത് അവൻ വരട്ടേന്നേ. ഇതൊക്കെ മുത്തശ്ശൻ്റെ തീരുമാനമാ. മുത്തശ്ശനാ നവീനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, കൂടെ നന്ദുവിനോടും വരാൻ പറഞ്ഞ്. അതുകൊണ്ട് നന്ദു വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കലി വരികയാണ്. ഞാൻ ഒന്നിനും ഒരു കാര്യത്തിനും ഏർപ്പെടാനായിട്ടില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ, എനിക്കിനി ഒന്നും പറയാനുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ കണ്ടില്ല നയനെ, അവന് വല്ലാത്തൊരു ദേഷ്യമാണ്. ആ ദേഷ്യം കൊണ്ട് പൊറുതി വിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പം അവൻ കാണിച്ചു കൂട്ടുന്നത്. എന്ത് ചെയ്യാനാണ്, നടക്കേണ്ടത് നടക്കും ആദർശേട്ട എന്ന് പറയുക. അങ്ങനെ നമ്മുടെ ദേവയാനി അനഘയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അനഘയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ ചന്തമോളും നയനെയും കൂടെ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അതിനെന്താ മോളെ, എനിക്കൊരു കുഴപ്പമില്ല ഇതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട്. മോൾക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ല ഞാനിപ്പോൾ അനഘയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. അല്ലെങ്കിലും ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലെന്നേ. ദേ ചന്തമോളെ, മോളെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ നന്ദു ചെറിയമ്മയൊക്കെ വരുന്നുണ്ട്. മോൾക്ക് സന്തോഷമായോ? മോൾക്ക് ഇനി എത്ര ഓണക്കോടികളാണ് കിട്ടാനായിട്ട് പോകുന്നത്. ദേ ഇഷ്ടം പോലെ ഓണക്കോടിയൊക്കെ ഇടണോട്ടോ മോള്. വളരെയേറെ സന്തോഷമല്ലേ മോൾക്ക്? എനിക്ക് സന്തോഷം തന്നെയാണെന്നൊക്കെ കൊച്ചു പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ദേവേനി പറയാണ്, ഇനി അനഘയും ചന്തുമോളും ഇവിടെ നിന്നാൽ മതി. ഇവിടെ അർഹതയില്ലാത്തവൻ നിൽക്കരുത്. അബിയില്ലേ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം. എന്നിട്ട് അർഹതപ്പെട്ടവർക്ക് ഇവിടെ സ്ഥാനം കൊടുക്കണം. അതെ അമ്മേ, അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നയനയും പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദുവും അവിടെ എത്തുക. അപ്പോൾ കുറേ ഡ്രസ്സുകളും കയ്യിലുണ്ട്. നന്ദു പഴയതുപോലെ തന്നെ ജീൻസും ബനിയനൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വളരെ സന്തോഷം തോന്നിക്കണം. വാ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും നന്ദും കൂടി വന്നല്ലോ, സന്തോഷമായി. ഏതായാലും നവീനും വരും. നവീനും ഭയങ്കര സന്തോഷവും നന്ദുവിനെ കാണാൻ നേരത്ത്. അപ്പോൾ അതെ നവീൻ മോൻ വന്നതുകൊണ്ടാണ് ഞാൻ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അല്ലെങ്കിൽ നന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് എനിക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ഇങ്ങോട്ടെ. അതെന്താ, നവീൻ മോൻ വന്നാൽ മാത്രമേ നന്ദുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പാടുള്ളൂ? അതെവിടത്തെ ന്യായമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അല്ലെങ്കിലും നന്ദുവിനെ ഞങ്ങൾക്ക് കിട്ടാത്തതിലേ ഭയങ്കര സങ്കടം ഉണ്ടട്ടോ ഞങ്ങൾക്ക് എന്ന് മുത്തശ്ശൻ പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.